ഹലോ, നമ്മൾ നോക്കാൻ പോണത് പെറ്റ് പാൾസ് എന്ന കാർട്ടൂൺ സീരീസിനെ കുറിച്ചാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടിയും ചെയ്യുക. പെറ്റ് പാൾസ് എന്ന കാർട്ടൂൺ സീരീസ് കൊച്ചു ടി വി വന്നിരുന്നത് ദോസ് പടാ ദോസ് എന്ന പേരിലാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതൊരു ഇറ്റാലിയൻ കാർട്ടൂൺ സീരീസാണ്. 5 സീസൺസും അതിൽ മൊത്തമായി 156 എപ്പിസോഡ്സുമാണ് ഇതിനുള്ളത്. മോബി എന്ന പട്ടിക്കുട്ടിയും അതുപോലെ ഹോളി എന്ന പൂച്ചക്കുട്ടിയും അതുപോലെ ദിവ എന്ന അറാവും ഒക്കെയാണ് ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സിന്റെ നെയിം. എന്നാൽ നമുക്കിഷ്ടം അപ്പായ കൊച്ചു ടി വിയിലെ ചെവിയനും സിനിയും അതുപോലെ മഞ്ഞക്കിളിയും എന്നൊക്കെയാണ് നമുക്കിഷ്ടം. ഇതിൽ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ളത് ഈ ചെവിയൻ എന്ന ക്യാരക്ടറിന് തന്നെയാണ്. ചെവിയൻ എന്ന ക്യാരക്ടർ നമ്മളെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഏത് ക്യാരക്ടറിനാണ് ഇഷ്ടമെന്ന് കമന്റ് ചെയ്യുക. ഒക്ടോബർ 21, 2003 ഈ സീരീസ് പുറത്തിറങ്ങുന്നത്. ഇത് ക്രിയേറ്റ് ചെയ്താണെങ്കിൽ സെർജിയോ മാൻഫിയോയും അതുപോലെ ഫ്രാൻസിസ്കോ മാൻഫിയോയുമാണ്. നിങ്ങൾക്ക് ഇതിന്റെ ഏത് പേരാണ് ഇഷ്ടമായത്? പെറ്റ് പാൾസ് എന്നാണോ അതോ കൊച്ചു ടി വി വന്ന സമയത്തുണ്ടായിരുന്ന ദോസ്ത് പടാ ദോസ്ത് എന്ന പേരാണോ? അതുപോലെ തന്നെ നെഗറ്റീവായ ക്യാരക്ടേഴ്സ് ആയിരുന്നു ഈ മന്ത്രവാദിയെ കാക്കയും അതുപോലെ അവരുടെ 2 സായികളുമായ ഇവരും നമ്മളെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുണ്ട്. അടുത്താണ് പെറ്റ് പാൾസിൻ്റെ മൂവി. ഇത് റിലീസാവുന്നത് 2010 ഇതിൻ്റെ ആദ്യ മൂവി റിലീസാവുന്നത്. അതിൻ്റെ പേരാണ് പെറ്റ് പാൾസ് മാർക്കോ പോൾസ് കോഡ് എന്നാണ് ആദ്യ മൂവിൻ്റെ പേര്. ഇതിലാണെങ്കിൽ 1 മണിക്കൂർ 39 മിനിറ്റുമാണ് ലെങ്ത് ഉള്ളത്. ഇത് ഡയറക്റ്റ് ചെയ്തതും സെർജിയോ മാൻഫിയോയും അതുപോലെ ഫ്രാൻസിസ്കോ മാൻഫിയോയുമാണ്. ഈ മൂവിയിലൊക്കെ പുതിയ വേറെയും കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. പെറ്റ് പാൾസിന് ഒരു മൂവി മാത്രമല്ല, രണ്ടാമതൊരു മൂവി കൂടിയുണ്ട്. അതിൻ്റെ പേരാണ് പെറ്റ് പാൾസ് ഇൻ വിൻഡ്ലാൻഡ്. ഇത് റിലീസാവുന്നത് 2014 14 മാർച്ച് 27. ഈ സമയത്തൊക്കെയാണ് ഞാൻ കൊച്ചു ടി വിയിൽ ദോസ് പടാ ദോസ് കാണുന്നത് തന്നെ. അതുപോലെ ഈ വിൻലാൻഡ് എന്ന മൂവി ഡയറക്റ്റ് ചെയ്തത് സെർജിയോ മാൻഫിയോ ആണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. പെറ്റ് പാൾസിന്റെ ഏതെങ്കിലും ഒരു മൂവി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. സർക്കസിന് ഞങ്ങൾ നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ഇടാൻ പോന്ന് ഞാൻ നിന്നോട് അകപ്പാടെ പേടിയാവുന്ന ജോളി. വളരെ അടുത്ത് തന്നെ നമുക്ക് ഇപ്പോഴിതാ ആകാശത്ത് നിന്ന് അഭ്യാസം നടത്താൻ പോകുന്നു. അറിയാതെ ചെയ്തു പോയതാണ്. ആരെങ്കിലും വന്ന് രക്ഷിക്കും. കയർ പിടിച്ച് പതുക്കെ മുകളിലോട്ട് വാ. അയ്യോ, ആശ്ലേഷിക്കാൻ പോവേണോ? പെറ്റ് പാൽസ് പുറപ്പെട്ടു കഴിഞ്ഞു. എങ്ങനെയെങ്കിലും അവരെ തടയണം. മുത്ത വേണ്ടതെന്ന് ഞങ്ങളോട് പറഞ്ഞാൽ മാത്രം മതി. പിന്നെ ഞാൻ പറയുന്നത് അതുപോലെ